ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എയ്തൂസ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന അതിമനോഹരമായ വ്യൂ പോയിന്റ് കാണാനായിട്ടാണ്. ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളാം എങ്ങോട്ടാന്ന്. ആ വീഡിയോ കണ്ടു വെക്കാം. അങ്ങനെ ഒരു കൊടും ചൂടിന് ശേഷം നല്ലൊരു വേനൽ മഴ പെയ്തിരിക്കുന്നു. ഈ വേനൽ മഴയിലെ മഞ്ഞിലും മഴയിലും കുളിച്ചു നിൽക്കുന്ന കാൽവരി മൗണ്ടെന്ന് കണ്ടാലോ. വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന രീതിയിൽ കാറ്റും മഴയും മഞ്ഞുമായി കാൽവരി മൗണ്ട് കാണാൻ തന്നെ സാധിക്കും. നല്ലൊരു മഴ മാറി കോടമഞ്ഞ് മാറുന്ന വിശാലമായി പരന്നു കിടക്കുന്ന നീലജലത്തിന്റെ അതിമനോഹരമായ ദൃശ്യം. ഇവിടെ കാണാത്തവർ കുറവായിരിക്കും. എന്നാലും ഈ ഒരു കാലാവസ്ഥയിലാണ് കാൽവരി മൗണ്ട് സുന്ദരമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം ഇടുക്കി എന്നൊരു ഇടുക്കിയെ എടുത്ത് കാണിക്കും വിധം മുഴുവൻ മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു സുന്ദരമായ കാഴ്ച നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് വിനോദസഞ്ചാരികൾ ഏറ്റവും കൂടുതലും ഇപ്പോൾ ഈ കാൽവരി മൗണ്ടിലേക്ക് വന്നു പോകാൻ കാരണം. നല്ല കാറ്റും തണുപ്പും ആ ഒരു കോട മഞ്ഞൊക്കെ ഉണ്ടല്ലോ, കണ്ടു പോകാൻ തന്നെ വളരെ നല്ല ഭംഗിയാണ്. ഏറ്റവും ടോപ്പിലേക്ക് പോകാൻ നിന്നപ്പോഴാണ് ഭയങ്കരമായിട്ട് മഴ. ആ ഭാഗത്ത് പിന്നെ നല്ല മഞ്ഞായതുകൊണ്ട് തന്നെ എറിച്ചിലടിച്ച് നല്ല മഴയും ശക്തമായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് നേരം അവിടെ നിൽക്കാൻ നിന്നില്ല. ഇവിടെയൊക്കെ ചൊല്ലി പതുക്കെ എല്ലാവരും ആ ഭാഗത്ത് ഇങ്ങനെ ഇറങ്ങി പോകുന്നു കേട്ടോ. കാൽവരി മൗണ്ടിലേക്ക് പോകാൻ ഒരുപാട് ദൂരമുണ്ട് എന്നൊന്നും ആരും വിചാരിക്കേണ്ട. കട്ടപ്പന ചെറുതോണി റൂട്ട് പോരുകയാണെന്നുണ്ടെങ്കിൽ 16 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് കാൽവരി മൗണ്ടിലേക്ക് എത്തും. അപ്പം ഈ പറഞ്ഞ കാറ്റും ഒക്കെ ആസ്വദിക്കാൻ പറ്റും. അപ്പം എന്തായാലും ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗ് ഞാൻ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുക. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ. അപ്പോൾ വീഡിയോ കാണുന്നവർ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക.